വെൽക്കം ടു നമ്മളുടെ അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് നമ്മളുടെ ഹിസ്റ്റോപത്തോളജിയിലെ ടിഷ്യൂ പ്രോസസിംഗ് ആണ്. ടിഷ്യൂ പ്രോസസിംഗ് മനസ്സിലാക്കുന്നതിന് മുന്നേ ആയിട്ട് വാട്ട് ഈസ് ഹിസ്റ്റോപത്തോളജി, എന്താണ് ഹിസ്റ്റോപത്തോളജി എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഹിസ്റ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടിഷ്യൂസ് ആണ്. സോ ഹിസ്റ്റോപത്തോളജി എന്ന് പറഞ്ഞാല് നമ്മൾ പത്തോളജിക്കലി ഒരു ടിഷ്യൂസിനെ എക്സാമിൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. അതായത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ക്യാൻസർ ഒക്കെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ എന്റെ ബോഡിയിൽ ഏതെങ്കിലും ഒരു സൈറ്റിൽ ക്യാൻസർ ഉണ്ടെന്ന് നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പീസ് ഓഫ് ടിഷ്യൂ എടുത്ത് നമ്മൾ പത്തോളജി ലാബിലേക്ക് അയക്കും. ആ ടിഷ്യൂസിനെ നമ്മൾ പ്രോസസ് ചെയ്തിട്ട് നമ്മൾ മൈക്രോസ്കോപ്പിക്കലി അതിനെ എക്സാമിൻ ചെയ്തിട്ട് നമ്മൾ എന്താണ്, ഇത് ക്യാൻസറസ് സെല്ലാണോ അല്ലെങ്കിൽ നോൺ ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷൻ ആണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഇതാണ് ഹിസ്റ്റോപത്തോളജി, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ ടിഷ്യൂ പ്രോസസിംഗ് എന്ന് പറയുന്നത്. ടിഷ്യൂ പ്രോസസിംഗ് ഇൻ ഡെപ്തിൽ ഇനി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ടിഷ്യൂ പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട്, അതായത് പത്തോളജിയിൽ ഒരു ടിഷ്യൂ സാമ്പിൾ എത്തിക്കഴിഞ്ഞാൽ, എന്റെ ബോഡിയിൽ ഒരു സ്കിൻ ടിഷ്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് ഓഫ് ടിഷ്യൂ ലാബിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അതിനാ ടിഷ്യൂസിനെ നേരെ മൈക്രോസ്കോപ്പിൽ വെച്ച് നോക്കാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ടിഷ്യൂസിനെ മൈക്രോസ്കോപ്പിക്കൽ എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്പിനെയാണ് നമ്മൾ ടിഷ്യൂ പ്രോസസിംഗ് എന്ന് പറയുന്നത്. ആദ്യം നമ്മൾ ഈ ടിഷ്യൂസിനെ ഫിക്സ് ചെയ്യേണ്ടി വരും, അതിനുശേഷം പറഞ്ഞതുപോലെ അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യേണ്ടി വരും, അതിനെ ക്ലിയർ ചെയ്യേണ്ടി വരും, കുറെ അധികം സ്റ്റെപ്സ് വരുന്നുണ്ട്. സോ ഈ എല്ലാ സ്റ്റെപ്പും കഴിഞ്ഞിട്ട് അവസാനം നിങ്ങൾ അതിനെ മൈക്രോടോം വെച്ചിട്ട് അതിനെ തിൻ സെക്ഷൻസ് ആക്കിയിട്ട് ഇതേപോലെയുള്ള ഒരു ഗ്ലാസ് സ്ലൈഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ മൗണ്ട് ചെയ്യും. ഇതിനെയാണ് പിന്നെ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി നോക്കുന്നത്. അതല്ലാതെ നമ്മളെ ലാബിൽ എത്തുന്നത് ഇതുപോലെ ഒരു ടിഷ്യൂ ആയിരിക്കും. ഇതിനെ നമുക്ക് ഡയറക്ട്ലി മൈക്രോസ്കോപ്പിൽ നോക്കാൻ പറ്റില്ല. അതിനെ ഫിക്സ് ചെയ്യാനുണ്ടാവും, ഡീഹൈഡ്രേറ്റ് ചെയ്യാനുണ്ടാവും, ക്ലിയർ ചെയ്യാനുണ്ടാവും, ഇൻഫിൽട്രേറ്റ് ചെയ്യാനുണ്ടാവും. എന്നിട്ട് നമ്മൾ ഒരു ടിഷ്യൂ ബ്ലോക്കിൽ അതിനെ എംബഡ് ചെയ്യും. സോ അതിനുശേഷം പിന്നെ നമ്മൾ മൈക്രോടോം യൂസ് ചെയ്തിട്ട് അതിനെ കട്ട് ചെയ്ത് അവസാനം ഒരു തിൻ സെഷൻസ് ഉണ്ടാക്കിയിട്ട് സ്ലൈഡിൽ മൗണ്ട് ചെയ്ത് കവർ സ്ലിപ്പ് ഇട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പിക്കലി ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ സ്റ്റെപ്പുകളില്ലേ, ഈ സ്റ്റെപ്പിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടിഷ്യൂ പ്രോസസിംഗ് എന്ന് പറയുന്നത്. ലാബിൽ ഒരു ടിഷ്യൂ എത്തിയാൽ അതിനെ മൈക്രോസ്കോപ്പി എക്സാമിനേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് വരെ എന്തൊക്കെ സ്റ്റെപ്പ് നടക്കുന്നുണ്ടോ ദാറ്റ് ഈസ് ടിഷ്യൂ പ്രോസസിംഗ് എന്ന് പറയുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ടിഷ്യൂ പ്രോസസിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ടിഷ്യൂ പ്രോസസിംഗിന്റെ സ്റ്റെപ്പ്, ഇത് ഓരോ സ്റ്റെപ്പും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പക്ഷേ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ ആദ്യം ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. കാരണം ഇത് ഓർഡർ ആക്കാനോ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ടൊക്കെ ചിലപ്പോൾ എക്സാമിന് ചോദിക്കും. അപ്പൊ ആദ്യം എന്താ സ്റ്റെപ്പ് എന്നുള്ളത് മനസ്സിലാക്കാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഓരോ സ്റ്റെപ്പിലും എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കാം. അതേ നമുക്ക് ടിഷ്യൂ പ്രോസസിംഗിൽ അല്ലെങ്കിൽ ഹിസ്റ്റോപത്തോളജിയിൽ പഠിക്കാനുള്ളൂ. ഈ കംപ്ലീറ്റ് സ്റ്റെപ്പ് പഠിക്കാന്നുള്ളതാണ് ഹിസ്റ്റോപത്തോളജി. സോ കംപ്ലീറ്റ് ആവും ഈ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ. സ്റ്റെപ്പ് നോക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്പെസിമെൻ കളക്ഷൻ ആണ്. സ്പെസിമെൻ കളക്ഷൻ എന്ന് പറയുമ്പോൾ സാമ്പിൾ മെയിൻലി നമ്മുടെ ബോഡിയിൽ നിന്ന് ഈ ടിഷ്യൂ കളക്ട് ചെയ്യുന്നത് സർജൻ ആയിരിക്കും, നമ്മളായിരിക്കില്ല. ലാബ് ടെക്നീഷ്യനോ അല്ലെങ്കിൽ ലാബിലുള്ളവരോ ആയിരിക്കില്ല. സാമ്പിൾ ലാബിലുള്ളവർ കളക്ട് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ആ സാമ്പിൾ റിസീവ് ചെയ്യാന്നുള്ളതാണ്. സാമ്പിൾ റിസീവ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന്റെ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ, മാക്രോസ്കോപ്പി അല്ലെങ്കിൽ ഗ്രോസ് എക്സാമിനേഷൻ ആണ്. നമ്മൾ സാമ്പിള് വന്ന സാമ്പിള് അതിൽ പുറത്ത് എന്തൊക്കെയാണ്, അതിന്റെ വെയിറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഗ്രോസ് എക്സാമിനേഷൻ ചെയ്യാന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. സാമ്പിളിനെ ഫിക്സ് ചെയ്യും. സാമ്പിൾ ഫിക്സ് ചെയ്തതിനു ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യാനാണ്. ഇതിൽ ഓരോ സ്റ്റെപ്പും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കൂ കേട്ടോ. ഓക്കെ, യെസ്. പിന്നെ അടുത്ത സ്റ്റെപ്പ് ക്ലിയറിംഗ് ആണ്. സാമ്പിൾ ഫിക്സ് ചെയ്തു, അതിനുശേഷം ഡീഹൈഡ്രേറ്റ് ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അത് ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്ത് നമ്മൾ ടിഷ്യൂ സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, നേരെ പാരഫിൻ വാക്സിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇംപ്രിഗ്നേഷൻ എന്നും പറയാം. അങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത സാമ്പിൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാ ചെയ്യുന്നത്, ബ്ലോക്ക് ആക്കി അല്ലെങ്കിൽ എംബഡ് ചെയ്യാണ് ചെയ്യുന്നത്. പാരഫിന്റെ വാക്സിൽ നമ്മൾ അതിനെ എംബഡ് ചെയ്തിട്ട് ഒരു ബ്ലോക്ക് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പ്, ഈ ബ്ലോക്ക് നമ്മൾ മൈക്രോടോം എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ട് തിൻ സെഷൻസ് ആക്കി നമ്മൾ എന്ത് ചെയ്യും, സെഷൻ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇതിനെ നമ്മൾ ഫ്ലോട്ട് ചെയ്യും. അതിനുശേഷം ഇത് നമ്മളൊരു ഗ്ലാസ് സ്ലൈഡിൽ മൗണ്ട് ചെയ്യും. മൗണ്ട് ചെയ്തതിനെ നമ്മൾ ഹിസ്റ്റോപത്തോളജിക്കൽ സ്റ്റെയിൻസ് യൂസ് ചെയ്തിട്ട് സ്റ്റെയിൻ ചെയ്യും. ദെൻ കവർ സ്ലിപ്പ് വെച്ചിട്ട് നമ്മൾ വീണ്ടും അതിനെ എന്ത് ചെയ്യണം, യെസ്, മൗണ്ട് ചെയ്തിട്ട് മൈക്രോസ്കോപ്പിക്കലി എക്സാമിൻ ചെയ്യാം. ഇത് ബേസിക് സ്റ്റെപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇപ്പം ബൈ ഹാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഓരോന്ന് പഠിക്കുമ്പോൾ അത് ക്ലിയർ ആക്കി നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫസ്റ്റ് സാമ്പിൾ കളക്ഷൻ അല്ലെങ്കിൽ സാമ്പിൾ റിസീവ് ചെയ്യുന്ന കാര്യമാണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കും.
അപ്പൊ നമ്മൾ സാമ്പിൾ റിസീവ് ചെയ്യും, നമ്മള് അല്ല കളക്ട് ചെയ്യുന്നത്, ലാബിലുള്ളവര് സാമ്പിൾ റിസീവ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ റിസീവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമ്മള് സാമ്പിൾ റിസീവ് ചെയ്യുന്നത് ഇതേപോലുള്ള ടിഷ്യൂ കാസറ്റിലായിരിക്കും. ഓക്കെ, സാമ്പിൾ റിസീവ് ചെയ്യുന്നത് ഇതുപോലുള്ള ടിഷ്യൂ കാസറ്റിലായിരിക്കും, പെർഫറേറ്റഡ് ആയിട്ടുള്ള ടിഷ്യൂ കാസറ്റിലായിരിക്കും നമ്മൾ സാമ്പിൾ റിസീവ് ചെയ്യുന്നത്. സാമ്പിൾ റിസീവ് ചെയ്യുമ്പോൾ ഒന്ന് അതിന്റെ യൂണിക് ഐഡന്റിഫിക്കേഷൻ, എവറി സാമ്പിൾ ഒരു ലബോറട്ടറി നമ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ കൊടുക്കാനുണ്ടാവും. അതേപോലെ തന്നെ ഈ സാമ്പിളിന്റെ കൂടെ നമുക്ക് ഒരു എന്ത് വരുന്നുണ്ട്, ഒരു പേപ്പർ വരും. പേപ്പർ വരും എന്ന് പറയുമ്പോൾ ആ പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും അവരുടെ ക്ലിനിക്കൽ ഹിസ്റ്ററിയും ഏത് സൈറ്റിൽ നിന്നാണ് എന്നുള്ളതും പേഷ്യന്റിന്റെ ക്ലിനിഷ്യന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്ന ഒരു ഷീറ്റ് ഇതിന്റെ കൂടെ കിട്ടും. അത് കംപ്ലീറ്റ് ഫില്ലാണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ കൂടെ ഈ ഒരു കാസറ്റിൽ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ലാബിൽ ചെയ്തിട്ടുണ്ടാവും. ലാബിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഈ കാസറ്റ് ലാബിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ടിഷ്യൂ പ്രോസസ് ചെയ്യുന്ന സമയത്ത് പല ആൽക്കഹോളും സൈലിൻസും ഒക്കെ യൂസ് ചെയ്യും. അപ്പൊ അതിൽ ഡിസോൾവ് ആവാത്ത ടൈപ്പ് ഇങ്ക് യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മളിത് ലാബിൽ ചെയ്യണം. അപ്പൊ വന്ന കാസറ്റ് പ്രോപ്പർ ആയിട്ട് ലാബിൽ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ കൂടെ വന്നിരിക്കുന്ന ഈ ഒരു പേപ്പറിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും പേഷ്യന്റിന്റെ ഡീറ്റെയിൽസും ക്ലിനിക്കൽ ഡീറ്റെയിൽസും സാമ്പിളിന്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നമ്മൾ സാമ്പിൾ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു ടിഷ്യൂ സാമ്പിൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് എന്റെ ബോഡിയിൽ നിന്ന് വലിയൊരു പീസ് ടിഷ്യൂ എടുത്തിട്ട് ലാബിലേക്ക് അയക്കുക എന്നുള്ളതല്ല. ആ സാമ്പിൾ എന്തായിരിക്കും, ഈ ടിഷ്യൂ കാസറ്റിനുള്ള സാമ്പിൾ വളരെ ചെറുതായത്, അതായത് അതിന്റെ സൈസ് എന്ന് പറയുന്നത് ഒരു 3 to 5 mm സൈസുള്ള സാമ്പിൾ ആയിരിക്കും ഈ ടിഷ്യൂസിന് ഉണ്ടാവുക. ഓക്കെ, സോ ഈ ടിഷ്യൂസിന്റെ ഉള്ളിലുള്ള സാമ്പിൾ എന്ന് പറയുന്നത് ഒരു 3 to 5 mm സൈസുള്ള സാമ്പിൾ ആയിരിക്കും. കാരണം നമ്മൾ ഈ സാമ്പിളിനെയാണ് പിന്നെ ഫിക്സ് ചെയ്യേണ്ടത്. ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ സാമ്പിളിന്റെ ഉള്ളിലേക്ക് ഈ ഫിക്സേറ്റീവ് എത്തണമെങ്കിൽ വലിയ സൈസ് സാമ്പിൾ ആയിരിക്കരുത്, ഈ പറഞ്ഞ ഒരു 3 to 5 സൈസുള്ള ടിഷ്യൂ സാമ്പിൾ ആയിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് സ്ലൈഡിൽ അതിന്റെ പോയിന്റ് കൊടുക്കും, നിങ്ങൾ ടെൻഷൻ ആവണ്ട. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ? യെസ്. നെക്സ്റ്റ് അതിന്റെ ഗ്രോസ് എക്സാമിനേഷൻ. അതായത് സാമ്പിൾ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഇത് പെർഫോം ചെയ്യുന്നത് പത്തോളജിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ എന്താണ് ഗ്രോസ് എന്ന് പറഞ്ഞാൽ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറയാം. സാധാരണ മൈക്രോസ്കോപ്പിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ വന്നിട്ട് ആ ടിഷ്യൂവിനുള്ളിൽ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നതെങ്കിൽ, ഈ വരുന്ന സാമ്പിൾ കണ്ണുകൊണ്ട് നമ്മൾ നോക്കി മനസ്സിലാക്കുന്നതിനെയാണ് ഗ്രോസ് എക്സാമിനേഷൻ. അതിന്റെ എത്രത്തോളം വെയിറ്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിന്റെ കളർ എങ്ങനെയാ, കൺസിസ്റ്റൻസി എങ്ങനെയാ, എന്തെങ്കിലും നോർമലി ഇങ്ങനെ കാണുന്ന സമയത്ത് അതിന്റെ അബ്നോർമാലിറ്റി എന്തെങ്കിലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഇതാണ് നമ്മൾ ഗ്രോസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്നിരിക്കുന്ന സാമ്പിളിന്റെ ചെറിയൊരു സ്ലൈസ് ഓഫ് സാമ്പിൾ ആയിരിക്കും ഈ ടിഷ്യൂ കാസറ്റിൽ വരുന്നത്. അപ്പൊ അതിന്റെ സൈസ് എത്രയായിരിക്കും, ഒരു 3 to 5 mm തിക്നെസ് ആയിരിക്കും ഉണ്ടാവേണ്ടത്. അതായത് ഇത് പറഞ്ഞ നമ്മളൊരു കോയിന്റെ തിക്നെസ്. കാരണം എന്താന്ന് വെച്ചാൽ ഈ സാമ്പിള് നമ്മൾ കൃത്യമായിട്ട് പ്രോസസ് ചെയ്താലേ അത് പ്രോപ്പർ ആയിട്ട് ഫിക്സ് ആവുകയും ഡീഹൈഡ്രേറ്റ് ആവുകയും ചെയ്യും. അല്ല അതൊരു വലിയ പീസ് ഓഫ് സാമ്പിൾ നമ്മൾ ലാബിലേക്ക് കൊണ്ടുവന്നിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ഫിക്സേഷനും ഡീഹൈഡ്രേഷനും ഒന്നും ഇതിൽ നടക്കില്ല. അപ്പൊ വരുന്ന സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ ടിഷ്യൂ പ്രോസസ് ചെയ്യേണ്ട സാമ്പിളിന്റെ സൈസ് എത്രയായിരിക്കണം, എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ആണ് 3 to 5 mm തിക്നെസ് ആയിരിക്കണം എന്നുള്ളത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് ഇതാ ഇമ്പോർട്ടന്റ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ദാറ്റ് ഈസ് ഫിക്സേഷൻ. നമ്മുടെ ലാബിലേക്ക് ഒരു ടിഷ്യൂ സാമ്പിൾ എത്തിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം അതിനെ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് നമ്മൾ ഇതിനെ ഫിക്സ് ചെയ്യുന്നത്? ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളുടെ ബോഡിയിൽ ഒരു ടിഷ്യൂ നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ, പോട്ടെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ടിഷ്യൂസിന് ഡാമേജ് സംഭവിക്കില്ലേ. പക്ഷെ ഇതിനെ നമ്മൾ അതിന്റെ ആ ഒരു മോർഫോളജിയും കാര്യങ്ങളും ഒന്നും പറ്റാതെ അതിനെ ഫിക്സ് ചെയ്യാണ് ഈ ഫിക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് ദ പ്രിസർവേഷൻ ഓഫ് ടിഷ്യൂ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ റിമൂവൽ. നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്തതിന് അപ്പൊ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ലാബിലേക്ക് സാമ്പിൾ എത്തുന്ന സാമ്പിൾ തന്നെ ഫിക്സേറ്റീവിൽ ഇട്ടിട്ടായിരിക്കും നമുക്ക് സാമ്പിൾ കിട്ടുന്നത്. ഓക്കെ, കളക്ട് ചെയ്ത സമയത്ത് തന്നെ ഇത് ഫിക്സേറ്റീവിൽ ഇട്ടിട്ടായിരിക്കും നമുക്ക് സാമ്പിൾ റിസീവ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ അപ്പൊ ഈ ഒരു ഫിക്സേഷൻ, അതുകൊണ്ടാണ് നേരത്തെ സ്റ്റെപ്പിൽ ഫിക്സേഷൻ എന്നുള്ളത് ഗ്രോസ് എക്സാമിനേഷന് മുന്നേ ആയിട്ട് കളക്ട് ചെയ്തതിനു ശേഷം തന്നെ ഫിക്സേറ്റീവിൽ ഇടാന്നുള്ളതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ആ ലാബിൽ എത്തിയതിനു ശേഷമുള്ള സ്റ്റെപ്പാണ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ പ്രോപ്പർ ആയിട്ട് സാമ്പിൾ കളക്ട് ചെയ്ത് അപ്പൊ തന്നെ നമ്മൾ ഫിക്സേറ്റിൽ വിടണം. എന്നിട്ടാണ് പിന്നെ ഗ്രോസ് എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഓക്കെ, ലാബിൽ എത്തിയതിനു ശേഷം നമ്മൾ ചെയ്യുന്നത് ഫിക്സേഷൻ ആയിരിക്കും. ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ
ആ ടിഷ്യൂവിനെ പ്രിസർവ് ചെയ്യാന്ന് പറഞ്ഞാല് പ്രിവെന്റ് ഓട്ടോലൈസിസ് ആൻഡ് പ്യൂട്രിഫിക്കേഷൻ. അതായത് നമുക്ക് ആ സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നത് വരെ ആ ടിഷ്യൂസിലെ ഒരു ഡാമേജും സംഭവിക്കാൻ പാടില്ല. ഒരു ടിഷ്യൂ പുറത്തെടുത്തു കഴിഞ്ഞാൽ അതിൽ നടക്കുന്ന രണ്ട് കാര്യമാണ് ഓട്ടോലൈസിസും പ്യൂട്രിഫിക്കേഷൻ. ഓട്ടോലൈസിസ് എന്ന് പറഞ്ഞാൽ സെൽഫ് ഡൈജഷൻ ആണ്. ആ സെല്ല് ഓട്ടോലൈസിസ് സെൽഫായിട്ട് ആ സെല്ല് ഡൈ ആവും, അതിനുള്ളിലുള്ള എൻസൈംസും കാര്യങ്ങളും കാരണം. അതിനെയാണ് ഓട്ടോലൈസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രിവെന്റ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഫിക്സേഷനിലൂടെ സെല്ലിന്റെ ഓട്ടോലൈസിസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം പ്യൂട്രിഫിക്കേഷൻ. അതായത് നമുക്കറിയാം ഒരു ടിഷ്യൂ നമ്മൾ പുറത്തെത്തിക്കഴിഞ്ഞാൽ അതിൽ ബാക്ടീരിയാസ് ആക്ട് ചെയ്തിട്ട് ആ ടിഷ്യൂസിനെ നശിപ്പിക്കില്ലേ, അതിനെയാണ് നമ്മൾ പ്യൂട്രിഫാക്ഷൻ എന്ന് പറയുന്നത്. അതും പ്രിവെന്റ് ചെയ്യണം. അപ്പൊ ഫിക്സ് ചെയ്യുന്നതിലൂടെ ഒരു ടിഷ്യൂ പുറത്തെത്തിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമുക്ക് ലാബിൽ എക്സാമിൻ ചെയ്യണമെങ്കിൽ ഒരിക്കലും അത് നശിക്കാൻ പാടില്ല. അപ്പൊ നശിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഓട്ടോലൈസിസ് വഴിയും പ്യൂട്രിഫിക്കേഷൻ വഴി. അത് സെല്ല് സ്വയം ഡെത്തും സംഭവിക്കുന്നുണ്ട്, അതിന്റെ മുകളിൽ ബാക്ടീരിയൽ ആക്ഷനും നടക്കുന്നുണ്ട്. സോ ഇതിനെ രണ്ടിനെയും പ്രിവെന്റ് ചെയ്തിട്ട് ആ ഒരു ടിഷ്യൂസിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഫിക്സേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, യെസ്. സോ ആ ഒരു ലിവിങ് സ്റ്റേറ്റിൽ മോർഫോളജി ഒന്നും ചേഞ്ച് ചെയ്യാതെ ആ ലിവിങ് സ്റ്റേറ്റിൽ തന്നെ ടിഷ്യൂസിനെ നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഒരു ഫിക്സേഷന്റെ പർപ്പസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇവിടെ 1 by 1 ആയിട്ട് നോക്കാം. ഒന്ന്, ദാറ്റ് ഈസ് പ്രിവെന്റ് ഓട്ടോലൈസിസ്. ഓട്ടോലൈസിസ് നമ്മൾ പറഞ്ഞതുപോലെ അതിന്റെ എൻസൈംസ്, ലൈസോസോമൽ എൻസൈംസ് കാരണം സെല്ല് നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് ഓട്ടോലൈസിസ്. അപ്പൊ ഫിക്സേഷൻ വഴി നമുക്ക് ഓട്ടോലൈസിസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്യൂട്രിഫാക്ഷൻ പ്രിവെന്റ് ചെയ്യാന്നുള്ളതാണ്. എന്തായിരുന്നു പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞാല്? പ്യൂട്രിഫാക്ഷൻ എന്ന് പറഞ്ഞാല് ബാക്ടീരിയ ആ ടിഷ്യൂസിനെ നശിപ്പിക്കും. അത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് പ്യൂട്രിഫാക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, അതിന്റെ മോർഫോളജി മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. കാരണം നമുക്കിത് മൈക്രോസ്കോപ്പിക്കലി നോക്കാനുള്ളതാണ്. അപ്പൊ ഒരു ഫിക്സേഷൻ കഴിഞ്ഞ ആ സെല്ല് നന്നായിട്ട് ചുരുങ്ങി പോവാനോ നന്നായിട്ട് വീർക്കാനോ ഒന്നും പാടില്ല, അല്ലെ? കാരണം എങ്ങനെയാണോ നമ്മുടെ ബോഡിയിൽ ആ ടിഷ്യൂ ഉണ്ടായിരുന്നത് അതിന്റെ അതേപോലെ ആ മോർഫോളജി നമ്മൾ ടിഷ്യൂ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കിട്ടണം. അപ്പൊ അടുത്ത ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ പ്രിസർവ് ദ ഷേപ്പ്, സ്ട്രക്ചർ ആൻഡ് സെല്ലുലാർ റിലേഷൻഷിപ്പ് ഓഫ് ദ ടിഷ്യൂ എന്നുള്ളതാണ്. ആ ടിഷ്യൂസിന്റെ മോർഫോളജി അതുപോലെ തന്നെ നിലനിർത്തുക എന്നുള്ളതാണ് ഫിക്സേഷന്റെ മറ്റൊരു പർപ്പസ് എന്ന് പറയുന്നത്. അടുത്തത്, ജസ്റ്റ് നമ്മള് ടിഷ്യൂ എന്ന് പറയുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, അല്ലെ? നമ്മളെ എല്ലും പല്ല് പോലെയല്ല നമ്മളെ ബാക്കിയുള്ള ടിഷ്യൂസ് എങ്ങനെയായിരിക്കും? കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. സോ ഇപ്പൊ മൈക്രോടോം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ടിഷ്യൂസിനെ കട്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഹാർഡ് ആവണം. അപ്പൊ ഫിക്സ് ചെയ്യുന്നതിലൂടെ സാമ്പിള് ഭയങ്കരമായിട്ട് ഹാർഡായി പോകുന്നല്ല, ചെറിയ രീതിയിൽ എന്ത് കൊടുക്കുന്നുണ്ട്? ഫിക്സേഷൻ ആ ടിഷ്യൂസിന് ഒരു ഹാർഡ്നെസ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെ കട്ട് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്, സ്റ്റെയിൻ ചെയ്യാം. അതായത് നമ്മൾ ഒരു മോഡേൺ കുറച്ചും കൂടി സ്റ്റെയിനിങ്ങിനെ എയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രോപ്പർട്ടി. നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാമ്പിളിനെ നമ്മൾ മൈക്രോസ്കോപ്പിക്കലി ഒബ്സർവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ സ്റ്റെയിൻ ചെയ്യണം. അപ്പൊ ആ ഒരു സ്റ്റെയിനിങ് പ്രോപ്പർട്ടിയും നിലനിർത്തുക എന്നുള്ളത് ആരുടെ ഫംഗ്ഷൻ ആയിട്ട് പറയാം നമുക്ക്? ഫിക്സേഷൻ. ഓട്ടോലൈസിസ് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്, പ്യൂട്രിഫാക്ഷൻ പ്രിവെന്റ് ചെയ്യും, അതിന്റെ മോർഫോളജി അതുപോലെ കീപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഫിക്സേഷന്. അതേപോലെ തന്നെ ആ ടിഷ്യൂസിനെ ജസ്റ്റ് ഒന്ന് ഹാർഡൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, ആ ടിഷ്യൂസിനെ സ്റ്റെയിനിങ്ങിനെ എയ്ഡ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത്രയുമാണ് ഒരു ഫിക്സേഷൻ എന്ന് പറയുന്നത്, ഫിക്സേറ്റീവ്സ് ടിഷ്യൂസിൽ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ടിഷ്യൂസ് ഫിക്സ് ചെയ്യുന്നതിന് പ്രിൻസിപ്പിൾ. പല പ്രിൻസിപ്പിളിലായിരിക്കും ടിഷ്യൂസ് ഫിക്സ് ചെയ്യുന്നത്. അതിൽ ഒന്ന് കൊയാഗുലേറ്റിംഗ് പ്രോട്ടീൻ. അതായത് പ്രോട്ടീനെ കൊയാഗുലേറ്റ് ചെയ്ത് ടിഷ്യൂസിനെ ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫിക്സേറ്റീവ്സ് ഉണ്ട്. അതല്ലാതെ ക്രോസ് ലിങ്കിങ് പ്രോട്ടീൻ, ഇപ്പൊ ഫോർമാൽഡിഹൈഡ് ഒക്കെ ആണെങ്കിൽ കൊയാഗുലേറ്റിംഗ് ഫിക്സേറ്റീവ് അല്ല. എങ്ങനെയുള്ള ഫിക്സേറ്റീവ് ആണ്? അവർ ക്രോസ് ലിങ്ക് ഫോം ചെയ്തിട്ടാണ് ആ ടിഷ്യൂനെ ഫിക്സ് ചെയ്യുന്നത്. അപ്പൊ പ്രോട്ടീനെ കൊയാഗുലേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫിക്സേറ്റീവ് ഉണ്ട്, ക്രോസ് ലിങ്ക് ഫോം ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫിക്സേറ്റീവ് ഉണ്ട്. അതേപോലെ ഓട്ടോലൈസിസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈം ഇല്ലേ, അവരെ ഇനാക്ടിവേറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫിക്സേറ്റീവ്സ് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഒന്നെങ്കിൽ അവർ പ്രോട്ടീനെ കൊയാഗുലേറ്റ് ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഈ പ്രോട്ടീൻസിന് ക്രോസ് ലിങ്ക് ഫോം ചെയ്യായിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോലൈസിസിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള എൻസൈമിനെ ഇനാക്ടിവേറ്റ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഫിക്സേറ്റീവ് പല ഫംഗ്ഷൻ ആയിരിക്കും, മീൻസ് പല പ്രിൻസിപ്പിൾ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. എല്ലാ ഫിക്സേറ്റീവും ഒരേ പ്രിൻസിപ്പിൾ ആയിരിക്കണം എന്നില്ല. ഇനി ഒരു ഐഡിയൽ ഫിക്സേറ്റീവ്, ഒരു നല്ല ബെസ്റ്റ് ഫിക്സേറ്റീവിന്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഒരു ബെസ്റ്റ് ഫിക്സേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഒന്ന്, അത് ടിഷ്യൂസിലേക്ക് എളുപ്പത്തിൽ പെനിട്രേറ്റ് ചെയ്യണം, റാപ്പിഡ്ലി ടിഷ്യൂസിന്റെ ഉള്ളിലേക്ക് കയറുന്നതായിരിക്കണം ഒരു ഐഡിയൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ടിഷ്യൂസിനെ പെട്ടെന്ന് ഫിക്സ് ചെയ്യുന്നതായിരിക്കണം, കുറേ അധികം ടൈം. കാരണം ഫിക്സേറ്റീവ് എന്ന് പറയുമ്പോൾ നോർമൽ ശരിക്കും
ചിലപ്പോൾ ഒരു ഡേ 12 hour to 24 hour ഒക്കെ നമ്മൾ ഫിക്സേറ്റീവിൽ ഇട്ട് വെക്കും. അപ്പൊ പെട്ടെന്ന് തന്നെ ഫിക്സ് ചെയ്യുന്നതായിരിക്കണം നമ്മളെ ഒരു ബെസ്റ്റ് ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ ഈ നമ്മുടെ സെല്ലിനെ അധികം ചുരുക്കാനോ സ്ട്രിങ്ക് ചെയ്യിപ്പിക്കാനോ സ്വെല്ല് ചെയ്യിപ്പിക്കുകയോ ചെയ്യരുത്. അപ്പൊ അതിന്റെ മോർഫോളജിനെ അത് എഫക്ട് ചെയ്യില്ലേ. അപ്പൊ സെല്ലിന് ഓവർ സ്ട്രിങ്കേജും സ്വെല്ലിംഗ് ഒന്നും എന്ത് ചെയ്യരുത്, ഒരു ഐഡിയൽ ഫിക്സേറ്റീവ് കോസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിന്റെ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ സെല്ലുലാർ മോർഫോളജി എന്ത് ചെയ്യണം, നന്നായിട്ട് പ്രിസർവ് ചെയ്യണം ഒരു ഐഡിയൽ ഫിക്സേറ്റീവ്. പിന്നെ ടിഷ്യൂസിനെ ഭയങ്കര ഹാർഡാക്കി മാറ്റരുത്, ചെറിയ രീതിയിൽ എന്ത് ചെയ്യണം, ടിഷ്യൂസിനെ ഹാർഡൻ ചെയ്യുന്നതായിരിക്കണം ഒരു ഐഡിയൽ ഫിക്സേറ്റീവ്. പിന്നെ അതേപോലെ റുട്ടീൻ ആയിട്ടുള്ള സ്റ്റെയിനിങ്ങിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. കാരണം ചില ഫിക്സേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റെയിൻ പ്രോപ്പർ ആയിട്ട് നമുക്ക് അതിനെ സ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സ്റ്റെയിനിങ്ങിന് എന്ത് ചെയ്യാൻ പറ്റണം, എഫക്ട് ഒന്നും വരുത്തരുത് ഈ ഒരു ഐഡിയൽ ഫിക്സേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ സ്റ്റേബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ളതായിരിക്കരുത്, നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് പ്രിപ്പയർ ഒക്കെ ചെയ്യാൻ പറ്റണം ഒരു ഐഡിയൽ ഫിക്സേറ്റീവ്. അപ്പൊ ഒരു ഐഡിയൽ ഫിക്സേറ്റീവിന്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. നന്നായിട്ട് പെട്ടെന്ന് ഫിക്സ് ചെയ്യുന്നതാണ്, നന്നായിട്ട് ടിഷ്യൂന്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതാവണം, അതേപോലെ അതിന് മോർഫോളജി മെയിൻറ്റെയിൻ ചെയ്തതായിരിക്കണം, ശ്രിങ്കേജോ സ്വെല്ലിംഗ് ഒന്നും കോസ് ചെയ്യരുത്, ടിഷ്യൂസിനെ ജസ്റ്റ് ഒന്ന് ഹാർഡൻ ചെയ്യണം, റുട്ടീൻ സ്റ്റെയിനിങ്ങിനൊക്കെ എന്ത് ചെയ്യണം, എയ്ഡ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കണം. അതുപോലെ പെട്ടെന്ന് നമുക്ക് ഈസി അവൈലബിൾ ആയിരിക്കണം, ഈസി ടു പ്രിപ്പയർ എന്നതും ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളതും ആയിരിക്കണം എന്നുള്ളതാണ് ഒരു ഐഡിയൽ ഫിക്സേറ്റീവിന്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഒരു ഫിക്സേറ്റീവിന്റെ ക്വാളിറ്റീനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ ഫിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ വെറുതെ ജസ്റ്റ് മുക്കി എടുക്കുക എന്നുള്ളതല്ല അല്ലെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ ഫിക്സ് സാമ്പിൾ എടുത്ത് കുറേ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് നമ്മൾ ഫിക്സേറ്റീവിൽ ഇടുന്നത്, അതിനോട് കാര്യമുണ്ടോ? ഇല്ല. ഫിക്സ് ചെയ്യാന്നുള്ളത് ടിഷ്യൂ സാമ്പിൾ എടുത്ത പാട് നമ്മൾ എന്ത് ചെയ്യണം, ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഫിക്സ് ചെയ്യണം. കാരണം നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഈ പറഞ്ഞ ബാക്ടീരിയൽ ഡികമ്പോസിഷനും ഓട്ടോലൈസിസും ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇമ്മീഡിയറ്റ്ലി ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ലാബിൽ ഫിക്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നേരത്തെ പറഞ്ഞ പോലെ സർജൻ നേരെ ഒരു ഫിക്സേറ്റീവിൽ ഇട്ടിട്ടായിരിക്കും നമ്മുടെ കയ്യിലേക്ക് ഒരു ലാബിലേക്ക് സാമ്പിൾ പത്തോളജിയിലേക്ക് സാമ്പിൾ എത്തിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. രണ്ടാമത്തത് സൈസ്. നമ്മൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് വലിയൊരു സാമ്പിൾ എടുത്തിട്ട്, ഇപ്പൊ കിഡ്നി സാമ്പിൾ ആണെങ്കിൽ വലിയ കിഡ്നി മൊത്തത്തിൽ എടുത്തിട്ട് ഫിക്സേറ്റീവിൽ ഇടുകയല്ല വേണ്ടത്. നമ്മൾ ചെറിയ പ്രോപ്പർ ആയിട്ട് ഫിക്സ് ചെയ്യണമെങ്കിൽ ആ സാമ്പിളിന്റെ ടിഷ്യൂസിന്റെ സൈസ് എത്രയാണെന്ന് പറഞ്ഞാൽ 3 to 5 mm തിക്നെസ് ഉള്ള സാമ്പിൾ ആണ് നമ്മൾ സാധാരണ ടിഷ്യൂ പ്രോസസ് ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ ആയിട്ട് എടുക്കുമ്പോൾ ഒരു 3 to 5 mm സാമ്പിൾ ആയിരിക്കും, എന്നാലേ പ്രോപ്പർ ഫിക്സേഷൻ നടക്കുള്ളൂ. പിന്നെ അതിന്റെ വോളിയം, ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. വോളിയം എന്ന് പറയുന്നത് നമ്മളുടെ ടിഷ്യൂന്റെ സൈസ് എത്രയാണോ അതിന്റെ 10 times വോളിയം ഫിക്സേറ്റീവ് ഉണ്ടായിരിക്കണം. 10 or 20 times അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. അതായത് ടിഷ്യൂസിന്റെ 10 times വോളിയം ഓർ 10 to 20 times വോളിയം നമ്മൾ എന്ത് ചെയ്യണം, ഫിക്സേറ്റീവ് ഉണ്ടായിരിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാമിന് ചോദിക്കും. പിന്നെ ടെമ്പറേച്ചർ, സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് ഫിക്സ് ചെയ്യാറുള്ളത്. നന്നായിട്ട് ഹീറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആർട്ടിഫാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. സോ അതുകൊണ്ട് റൂം ടെമ്പറേച്ചറിലാണ് നമ്മൾ ഫിക്സ് ചെയ്യാറ്. pH എന്ന് പറയുമ്പോൾ ന്യൂട്രൽ pH, റൂം ടെമ്പറേച്ചറും ന്യൂട്രൽ pH ഒക്കെയാണ് ഫിക്സേഷൻ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഓരോന്നിന്റെ പ്രിസർവേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആ പ്രോപ്പർ ഫിക്സേഷന്റെ കറക്റ്റ് ഓരോ ഫിക്സേറ്റീവും ഇന്ന കോൺസെൻട്രേഷനിലായിരിക്കാം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓരോ ഫിക്സേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് പഠിക്കാം. ഓക്കെ, യെസ്. അപ്പൊ ഫിക്സേറ്റീവിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഫിക്സേറ്റീവിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ.